Students for prayer immediately comes to the stage. പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ വർഷത്തെ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി, സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കലോത്സവം നടത്തുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ആനുവൽ ഡേ നടത്തുകയാണ് പതിവ്. ആനുവൽ ഡേ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ദിവസത്തെ പരിപാടി നടത്തുന്നതിന് പകരം കുട്ടികളുടെ സർഗവാസനകൾ, ഒരുപാട് കഴിവുകൾ കുട്ടികൾക്കുണ്ട്. അവരുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കുക, അവരുടെ സർഗവാസനകൾ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടികൾക്ക് പരമാവധി അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഈ വർഷം 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ സ്കൂൾ കലോത്സവം നടത്തുകയാണ്, ആർട്ട് എക്സ്പോ എന്ന പേരിൽ. അപ്പോൾ കുട്ടികളുടെ കഴിവ് ഇന്ന് നാളെയും മാറ്റിവെക്കുകയാണ്. നല്ല രീതിയിൽ കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടനം ഇവിടെ എത്തിയിട്ടുള്ള വേദിയിലുള്ള നമ്മളെ ബഹുമാന്യനെ ആരാധ്യനായ നമ്മുടെ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KB മുഹമ്മദ് കുഞ്ഞാവർകൾ, സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ അബ്ദു വെള്ളിപ്പാട്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ കബീർ, മുൻ PTA പ്രസിഡന്റും സ്കൂൾ ഓഫ് കാൽക്കുലസിന്റെ CEO-യുമായ ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് നസീറ, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ അനിത ടീച്ചർ, സുധ ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ ഏതാനും വിഷയത്തിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ സ്കൂൾ PTA-യുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ നസീർ മോലടുക്കം, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ, അധ്യാപകരെ, ഇവിടെ വിധികരണത്തിനെത്തിയ ജഡ്ജസ്, അതുപോലെ നാട്ടുകാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെ, അത് ജ്ഞാപകമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സ്കൂൾ കലോത്സവമാണ്. ഇവിടെ ഒരു സ്വാഗത ഭാഷത്തിന് ഏറെ പ്രസക്തിയില്ല, എങ്കിലും 1-2 വാക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 വിദ്യാലയങ്ങളായി, ടാഗോർ പബ്ലിക് സ്കൂൾ ആൻഡ് പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, 2 വിദ്യാലയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ ഈ മുതലപ്പാറയിൽ 4 വർഷം മുമ്പ് പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2 പേര് ഒരുമിച്ച് സ്കൂൾ ആരംഭിക്കുകയും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രയാണത്തിൽ ചില പരീക്ഷണങ്ങളാണ്. ഈ വർഷം നമ്മൾ കലോത്സവം കൂടി നടക്കുന്ന ഏറ്റവും നല്ല മികച്ച രീതിയിൽ സ്കൂൾ കായികമേള നമ്മൾ നടത്താറുണ്ട്. മുൻ വർഷങ്ങളിൽ ആനുവൽ ഡേ നടത്തുന്നത് ഇപ്രാവശ്യം ഒരു പരീക്ഷണം എന്ന രീതിയിൽ കലോത്സവത്തിലേക്ക് മാറുകയാണ്.
ഇപ്പോൾ കലോത്സവം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുകയും അതിൽ ഉദ്ഘാടനത്തിന് നമുക്ക് രണ്ടും ആലോചിക്കേണ്ടി വന്നില്ല. അവളെ ഏറെ ബഹുമാന്യനായ പ്രസിഡന്റ് തന്നെ വേണം എന്നുള്ളതായിരുന്നു. അതിൽ പ്രസിഡന്റിനെ സമീപിക്കുകയും ഒരു മടിയും കൂടാതെ നമുക്ക് വരാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല KV മുഹമ്മദ് സാറ് ഇവിടെ പ്രശസ്തനായിട്ടുള്ളത്. ഏറെക്കാലം മുമ്പ് തന്നെ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ചെറിയൊരു ഉദാഹരണം പറയാനല്ല, ഇന്നലെ ഞാൻ നമ്മുടെ ഉദ്ഘാടനത്തിന്റെ ഒരു സ്റ്റാറ്റസ്, നമ്മുടെ സ്കൂൾ കലോത്സവ ഉദ്ഘാടനം KV മുഹമ്മദ് സാറാണ്. സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ കൂടെ പഠിച്ച പുറത്തുള്ള ഒരാള് പറഞ്ഞത്, നിങ്ങൾ തീരുമാനം ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലൊരു മനുഷ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിലുപരി ഏറ്റവും മികച്ച നല്ലൊരു മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം, എന്തുകൊണ്ടും മികച്ച സെലക്ഷനാണ് നിങ്ങളുടെ എന്നാണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന, നമുക്കറിയാം, ഈ ബോവിക്കാനം എന്ന് പറയുമ്പോൾ തന്നെ, മുളിയാർ എന്ന് പറയുമ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധ മേഖലയാണ്. ഈ വിഷയം അധികാരികളുടെ മുമ്പിൽ സജീവമായി ഉന്നയിച്ച് സജീവമാക്കാൻ നിർത്തുകയും അത് വേണ്ട പരിഹാരങ്ങൾ കാണാൻ വേണ്ടി വേറെ ശ്രമിക്കുകയും ചെയ്ത പുഞ്ചിരി ക്ലബ്ബുണ്ട് ബോവിക്കാനം. അതിൻ്റെയൊക്കെ അമരത്ത് നിന്നിരുന്ന ഇപ്പോൾ നിൽക്കുന്ന സജീവ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ നമ്മുടെ ഉദ്ഘാടകനായി കിട്ടിയത് ഏറെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെയേറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ നമുക്ക് ഏവർക്കും വേണ്ടി മുളിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KV മുഹമ്മദ് സാറിനെ വളരെ ബഹുമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ അബ്ദു വെളിപ്പാടി അവറുകളാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനായിട്ടും നമുക്ക് സ്കൂളിൻ്റെ ഏതൊരു കാര്യത്തിനും വളരെ കൃത്യമായിട്ട് നേരത്തെ വന്ന് സകല കാര്യങ്ങളിലും സഹായിച്ച് നിർദ്ദേശങ്ങൾ നൽകി സജീവമായിട്ട് എല്ലാ പിന്തുണയും, സ്കൂളിന് സർവ്വ പിന്തുണയും നൽകുന്ന നമ്മുടെ ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ അബ്ദു വെളിപ്പാടി അവറുകളെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും ബഹുമാന്യനായ ബോവിക്കാനത്തിൻ്റെ നിറസാന്നിധ്യമായ ഏത് പൊതുരംഗത്തായി കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തായി കഴിഞ്ഞാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ. വളരെ മഹത്തായ സ്കൂൾ ഓഫ് കാൽക്കുലസ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. അതിലുപരി ഈ സ്കൂളിലെ ഒരു രക്ഷിതാവ് എന്നതിലുപരി 2 വർഷത്തോളം ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ സ്കൂളിൽ നടക്കുന്ന ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് ഏറെ സഹായകമാണ്. എല്ലാ കാര്യത്തിലും സജീവമായി പങ്കെടുക്കുന്ന അബ്ദുറഹ്മാൻ മാസ്റ്ററെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് കബീർ. അപ്പോൾ ഈ വർഷമാണ് ഈ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നതെങ്കിലും വളരെ സജീവമായിട്ട് ഇടപെടുകയും എല്ലാ കാര്യങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തു. ഏത് കാര്യം പറഞ്ഞാലും നോ എന്ന് പറയാതെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സഹായം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ കബീറിനെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മദർ PTA പ്രസിഡന്റ് നസീറാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവും അവർ തന്നെയാണ് നമ്മുടെ മദർ PTA പ്രസിഡന്റ്. നമുക്കറിയാം, മദർ PTA എന്നുള്ളത് സ്കൂളിൻ്റെ അക്കാദമിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടുകയും എല്ലാ കുട്ടികൾക്ക് സർവ്വ പിന്തുണയും നൽകുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ കർത്തവ്യം
100% നിറവേറ്റിക്കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെടുകയും ഉപദേശം തരികയും നമുക്ക് സർവ്വവിധ സഹായവും നൽകുന്ന നമ്മുടെ മദർ PT പ്രസിഡന്റ് നസീറയെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, എളുപ്പമല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്, ഒരുപാട് ത്യാഗം തന്നെയാണ്. മറ്റ് ബിസിനസ് പോലെയല്ല, ഇത് കുട്ടികളോടാണ് ഇടപെടേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം നടത്തുന്നത് 2 ധീര വനിതകളാണ് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ബാക്കി ഞങ്ങളൊക്കെ ഒരു വരും പോകും ഇവിടുത്തെ എംപ്ലോയീസ് മാത്രമാണ്. അപ്പോൾ വളരെ സധൈര്യം മുമ്പിലോട്ട് വന്ന് ഈ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന 2 മാനേജ്മെന്റ് പ്രതിനിധികൾ, സുധ ടീച്ചർ ആൻഡ് അനിത ടീച്ചർ, ഇവർ 2 പേരെയും ആദ്യം അനിത ടീച്ചറെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പാർട്ണറായ സുധ ടീച്ചറെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ എത്തേണ്ട ഒരു വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് മൂലടുക്കം വാർഡിൽ നിന്ന് വിജയിച്ച നമ്മുടെ PT എക്സിക്യൂട്ടീവ് മെമ്പറായ മുഹമ്മദ് നസീറാണ്. അദ്ദേഹം എത്തിച്ചേരാൻ അറിയിച്ചിട്ടുണ്ട്. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിലും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗോപിക്കാനത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളെ നിറസാന്നിധ്യമായി നമ്മുടെ പ്രതിഷ്ഠമായി ഇവിടെ എത്തിച്ചേർന്ന, നമ്മുടെ കലോത്സവത്തോട് സഹകരിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഹമ്മദ് സാറാവറുകളെയും ഇവിടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതിലുപരി ഒരു ചടങ്ങ് ഗംഭീരമാക്കുന്നത്, ഏതൊരു പരിപാടിയും ഗംഭീരമാക്കുന്നത് അതിലെ പങ്കാളിത്തം കൊണ്ടാണ്. ഇവിടെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ സമയവും സ്കൂളുകളിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് 2 PT മദർ PT അംഗങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. ഈ രക്ഷിതാക്കളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കലോത്സവം വിജയിപ്പിക്കുന്നത് ഇവിടെ സ്റ്റാഫാണ്, ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ എത്തിച്ചേർന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും അധ്യാപകരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരുന്ന മുഴുവൻ നാട്ടുകാരെയും രക്ഷിതാക്കളും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കലോത്സവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും, പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ വിധി നിർണ്ണയത്തിന് മറ്റ് മേഖലകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വേണ്ടി PT പ്രസിഡന്റ് ശ്രീ അബ്ദുൽ വള്ളിപ്പാടി അവരോട് അപേക്ഷിച്ചുകൊണ്ട് നൽകാൻ നോക്കുന്നു. ബഹുമാന്യനും ആദരണീയനുമായ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി അവറുകളെ, സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സ്വാഗത പ്രാസംഗികമായ ഗംഗാധരൻ മാസ്റ്റർ അവറുകളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PTA വൈസ് പ്രസിഡന്റ് കബീർ മുസിയാർ നഗർ, പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ PTA മുൻ പ്രസിഡന്റ് കൂടിയായ കാൽക്കുലസിൻ്റെ CEO ബഹുമാന്യനായ അബ്ദുറഹ്മാൻ മാസ്റ്റർ അവറുകളെ, മദർ PTA പ്രസിഡന്റ് നസീറ, സ്കൂൾ മാനേജ്മെൻറ്റ് അംഗങ്ങളായ സുധ ടീച്ചർ, അനിത ടീച്ചർ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ മുഹമ്മദ് കുഞ്ഞി അവറുകളെ, സ്നേഹം നിറഞ്ഞ അധ്യാപികരെ, ജീവനക്കാരെ, ഈ സ്കൂളിൻ്റെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, മദർ PTA അംഗങ്ങളെ,
സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ സ്കൂളിൻ്റെ ഈ പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ കലോത്സവം, ആദ്യമായി നടത്തുന്ന കലോത്സവത്തിലാണ് നാം ഏവരും ഇപ്പോഴുള്ളത്. ഈ പരിപാടി 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. സമയം വളരെ വൈകിയതിനാൽ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ KB മുഹമ്മദ് കുഞ്ഞ് അവർക്ക് പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങും മറ്റ് പരിപാടികളും ഉള്ളതിനാൽ 11 മണിക്ക് പരിപാടി ഉള്ളതിനാൽ അദ്ദേഹത്തിനിക്ക് വേഗം പോകേണ്ടതിനാലും നമ്മുടെ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കുട്ടികളുടെ മത്സര പരിപാടികളും ഇവിടെ നടത്തപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ദിവസം തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ഈ പരിപാടി ഓഫ് സ്റ്റേജ് ഐറ്റംസുകൾ 2 ദിവസങ്ങളിലായി കഴിഞ്ഞു. ഇന്നും നാളെയും സ്റ്റേജ് പരിപാടികളാണ് നടത്തപ്പെടുന്നത്. ഈ പരിപാടികളിൽ എല്ലാ രക്ഷിതാക്കളും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നിവിടെ ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത്, നമുക്ക് 2 സന്തോഷ വാർത്തകളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഉദ്ഘാടകനായി ഈ പരിപാടിയിൽ എത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂൾ ഉൾക്കൊള്ളുന്ന വാർഡിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാന്യനായ KB മുഹമ്മദ് കുഞ്ഞി അവர்களാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുപരിപാടി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ചിലപ്പോൾ ആദ്യത്തെ പൊതുപരിപാടി തന്നെയായിരിക്കാം. നമ്മുടെ സ്കൂൾ ഉൾക്കൊള്ളുന്ന വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. അതിലുപരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ആ ചടങ്ങ് കൂടി നമുക്കിവിടെ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ PTA എക്സിക്യൂട്ടീവ് അംഗമായ നസീർ മോലിനടക്കം അദ്ദേഹവും നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും നമുക്കിവിടെ അനുമോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആദ്യത്തെ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് മുളിയാർ പഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാന്യനായ KB മുഹമ്മദ് കുഞ്ഞി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ അബ്ദു വെള്ളിപ്പാടി അവരും, ഇവിടെ സ്വാഗതം ആശംസിച്ച സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ ഗംഗാധരൻ മാസ്റ്റർ, അതുപോലെ തന്നെ PTA വൈസ് പ്രസിഡന്റ് എൻ്റെ കൊച്ചനുജൻ പ്രിയപ്പെട്ട KPL ബാലനടക്കം, ബഹുമാന്യനായ അബ്ദുറഹിമാൻ മാസ്റ്റർ, പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാഹിബ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി നസീറ, അതുപോലെ തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റുമാരായ അനിത ടീച്ചർ, സുധ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഈ സ്കൂളിന്റെ അധ്യാപികമാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഒരു ആദ്യത്തെ കലോത്സവമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. സ്കൂളിന്റെ ഒക്കെ പ്രോഗ്രാം നടത്താറുണ്ട്, പക്ഷേ ആദ്യത്തെ കലോത്സവ പരിപാടിയാണ് എന്നാണ് പറഞ്ഞത്. ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ വാർഡിൽ 2 സ്ഥാപനമാണ് ഉള്ളത്. ആകെയുള്ള 2 സ്ഥാപനമാണ്. ഒന്ന് ഒരു അംഗൻവാടിയും ഒന്ന് ഈ പ്രൊവിഡൻസ് സ്കൂളുമാണ്.
അതുകൊണ്ട് ഞാൻ ഈ പ്രോവിഡൻസ് സ്കൂളിനെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കും എന്ന് നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വാർഡിന്റെ ഒരു അലങ്കാരമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. ഞങ്ങളുടെ വാർഡിലെ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ, എൻ്റെ ഒരുപാട് ബന്ധുക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ ഈ സ്കൂളിന്റെ അകത്തേക്ക് വന്നത് ആദ്യമാണെന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഇതിന്റെ അകത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്, പണ്ട് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു സ്കൂൾ അന്തരീക്ഷം ഇവിടെ കാണാൻ ഉപയോഗിക്കാൻ UP സ്കൂളിന്റെ എല്ലാം ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ആ സ്കൂളിന്റെ കോമ്പൗണ്ടും കെട്ടും മട്ടും ഒക്കെ കാണുമ്പോഴെങ്ങനെയാണ് ഇപ്പോഴേ കാണുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആ ഒരു പ്രൗഢി അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട്. എനിക്ക് ഇതിന്റെ മാനേജ്മെന്റിനോടും ഹെഡ്മാസ്റ്ററോടും PTയോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, സാധാരണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുമ്പോൾ അത് ഒരു കൊയ്ത്ത് സ്കൂളാണ്. ഒരു കൊയ്ത്ത് സ്കൂൾ എന്ന് പറഞ്ഞെങ്കിൽ റിസൾട്ട് കൊയ്ത്തല്ല, പണം കൊയ്ത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇപ്പം പ്രവർത്തിക്കുന്നത്. ഒരു റിസൾട്ട് കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട്, അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഏർപ്പാടൊന്നുമില്ല. എന്നാൽ ഒരു ഇഞ്ച് പോലും അനങ്ങാൻ വിടൂല, രക്ഷിതാക്കളെ ഒരു ശ്വാസം കഴിക്കാൻ വിടില്ല, പണം എങ്ങനെയെങ്കിലും പിരിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് പ്രോവിഡൻസ് സ്കൂൾ ഇവിടെ കാണുന്നത്. പ്രോവിഡൻസ് സ്കൂൾ നമ്മുടെ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മണ്ണിലും വിണ്ണിലും കളിക്കണം എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷർക്ക് പകരമായിട്ട് മണ്ണ് തൊടാനും പാടില്ല, വെണ്ണിൽ പോകാനും പാടില്ല എന്നുള്ള അവസ്ഥയിൽ കുട്ടികൾക്ക് തിരിയാനും പാടില്ല, ഇരിക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു മണ്ണായി പോയാൽ ഫൈൻ ഉണ്ടാക്കുന്ന, അതിൽ കൂടി കുറച്ച് പണം ഉണ്ടാക്കാൻ നോക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ രീതിയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ കുട്ടികളെ സാധാരണ സ്കൂളിന്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൻ പുറത്തെ സ്കൂളിന്റെ ഒരു പ്രതീതി ഉണ്ടാക്കണമെന്നും, അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, അച്ചടക്കം കൂടുതൽ ഉണ്ടാക്കുന്ന, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോ സാധാരണ ഒരു സർക്കാർ സ്കൂളിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിന്റെ സംവിധാനത്തിൽ നിന്ന് അപ്പുറമായിട്ട്, എന്നാൽ വൻകിട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആ ഒരു ലഗോൺ ടൈപ്പിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മീഡിയം ടൈപ്പിൽ നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് ആസ്വദിക്കാനും നന്നായി പഠിക്കാനും നല്ല റിസൾട്ട് എടുക്കാനുമുള്ള ഒരു സ്കൂളാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് എനിക്കിവിടെ വെക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കിടക്കുന്നില്ല. ഏതായാലും ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുമ്പ് കാലങ്ങളിൽ അത് കുട്ടികളുടെ മാത്രം ഒരു കലോത്സവമാണ്. ഇപ്പൊ അങ്ങനെയല്ല, രക്ഷകർത്താക്കൾക്കും കൂടിയുള്ള ഒരു കലോത്സവമാണ്. സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉത്സവമാണ്, യഥാർത്ഥത്തിൽ എല്ലാവർക്കും കൂടി ഉള്ളതാണ്. എന്നാൽ ഞാൻ കുട്ടികളോട് ഈ കാര്യം ചോദിച്ചോട്ടെ, സ്കൂൾ എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാവർക്കും ഇഷ്ടായോ? നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സൗകര്യമുണ്ടോ? ഉണ്ടേ? ഗുഡ് ഗുഡ് ഗുഡ്. അപ്പോ നല്ല കുട്ടികളായിട്ട് വളരണം. പിന്നെ രക്ഷിതാക്കള് പറയുന്നത് അനുസരിക്കണം, അധ്യാപകന്മാർ പറയുന്നത് അനുസരിക്കണം. റെഡിയല്ലേ? അപ്പൊ നല്ല കുട്ടികളാവുമല്ലോ. ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനെ ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടിച്ചതായി അറിയിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും പ്രസംഗിക്കും. അടുത്തതായി നമ്മുടെ വാർഡിൽ നിന്നും മെമ്പറായി തെരഞ്ഞെടുക്കുകയും സ്കൂളിൻ്റെ വാർഡിൽ നിന്ന് മെമ്പറായി തെരഞ്ഞെടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റായി മാറുകയും ചെയ്ത ബഹുമാന്യനായ KB മുഹമ്മദ് കുഞ്ഞ് അവർകൾക്കും, അതേപോലെ നമ്മുടെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന
മെമ്പറായ മൂലടക്കം വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നസീർ മൂലടക്കത്തിനും ഹാരാർപ്പണം ചെയ്യുന്നതാണ്. അവരെ അനുമോദിച്ചുകൊണ്ട് ഹാരാർപ്പണം ചെയ്യുകയാണ്, ശാലണിയിക്കുകയാണ്. അതിനുവേണ്ടി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഗംഗാധരൻ മാസ്റ്റർ അവരെ ശാലണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കെ.ബി. മുഹമ്മദ് കുഞ്ഞിക്ക് ശാലണിയിക്കുന്നതിന് വേണ്ടി ഗംഗാധരൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA മുൻ പ്രസിഡന്റും കാൽക്കുലസിൻ്റെ CAയുമായ അബ്ദുറഹ്മാൻ മാസ്റ്റർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ബി. മുഹമ്മദ് സാഹിബ് അവരുടെ, അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ അബ്ദുല്ല വെള്ളിപ്പാടി, നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഗംഗാധര മാസ്റ്റർ, മറ്റു സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപിക സുഹൃത്തുക്കളെ, എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് ശരിക്കും ഒരു പെരുന്നാൾ പോലെയാണ്. ആട്ടവും പാട്ടവും നിറഞ്ഞ് 2 ദിവസത്തെ കലോത്സവ പരിപാടിയിലേക്കാണ് നമ്മുടെ കുട്ടികളുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആനുവൽ ഡേ പ്രോഗ്രാമിൽ നിന്ന് വ്യതിചലിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും മത്സരിക്കാവുന്ന രീതിയിലേക്ക് PTA കമ്മിറ്റിയുടെയും സ്റ്റാഫ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം കഴിഞ്ഞ 2 ദിവസം ഓഫ് സ്റ്റേജ് പരിപാടിയായിട്ടും അതുപോലെ തന്നെ ഇന്നും നാളെയും ഓൺ സ്റ്റേജ് പരിപാടിയുമായിട്ടാണ് നമ്മളിവിടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളത്തെ കലാപ്രതിഭകളെയാണ് നമ്മളിവിടെ ഇന്ന് നാളെയുമായിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നാളെയും നമ്മളെ കുട്ടികൾ സബ് ജില്ലാ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും അതുപോലെ തന്നെ സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കേണ്ട ഒരുപാട് കൊച്ചു പ്രതിഭകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവർക്ക് ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ നല്ലൊരു തുണിയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ഒരു പക്ഷേ ഈ പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മുടെ ഈ മുതലപ്പാറയിൽ വന്നതിന് ശേഷം മൈക്കിൽ മുമ്പിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു വ്യക്തി ഒരു പക്ഷെ ഞാനായിരിക്കാം. ഇന്ന് സംസാരിക്കേണ്ട ഒരു ആരോഗ്യവുമില്ല, സൗണ്ട് വളരെ കുറവാണ്, കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. ഏതായാലും നമ്മളൊരു ജ്യേഷ്ഠനെ പോലെ കരുതുന്ന നമ്മളെ പ്രിയപ്പെട്ട കെ.ബി. ചാക്ക്, നമ്മുടെ മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മളൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. PTA കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ സ്കൂൾ പ്രൊവിഡൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെയും 1000 നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി PTA വൈസ് പ്രസിഡന്റ് കബീർ ബാലടക്കം അവരെ ആദരവ് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ അബ്ദുല്ല വെള്ളിപ്പാടി, അതുപോലെ തന്നെ ഈ കലോത്സവ പരിപാടി ഇന്ന്
ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നാടിൻ്റെ അഭിമാനമായ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അതുപോലെ തന്നെ ഈ പ്രൊവൈഡ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഗംഗാധർ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിലുള്ള അദ്രു മാഷ്, K മുഹമ്മദ് കുഞ്ഞി അടക്കമുള്ള മദർ പ്രസിഡന്റ് നസീർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ,